രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. ഈശോ എഴുന്നള്ളും ഈ നിമിഷം എത്ര മോഹനം. ആത്മാവിന് പുതുമഴ പോലെ എനിക്ക് പുതിയൊരു ഉന്മേഷം തരുന്ന, ഉണർവ് തരുന്ന നിമിഷമാണ് ഈശോയുടെ കൂടെയുള്ള ഓരോ നിമിഷവും. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പോസടിക്കാം. എല്ലാം മറന്ന്, എല്ലാം മാറ്റിവെച്ചൊരു സ്വല്പസമയം ഈശോയോട് കൂടെ നമുക്കായിരിക്കാം. കുരിശിൽ കിടന്ന് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പിടഞ്ഞ്, കർത്താവ് എനിക്ക് വേണ്ടി പീഡകളേറ്റ്, ആണികളാൽ തറയ്ക്കപ്പെട്ട്, കുന്തത്താൽ കുത്തിത്തോർക്കപ്പെട്ട്, എനിക്ക് വേണ്ടി ചുടുനിണമൊഴുക്കി, പാപത്തിൻ്റെ പിടിയിൽ നിന്നും തൻ്റെ ജീവൻ കൊടുത്തെന്നെ വിലയ്ക്ക് വാങ്ങിച്ച നിമിഷമാണിത്. ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവുമെല്ലാം ആ പീഡാസഹനത്തിൽ, ഈശോയുടെ പെസഹ രഹസ്യത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. ദിവ്യകാരുണ്യം കാണുമ്പോൾ ഈശോയ്ക്ക് ഇന്നും എന്നോടുള്ള ആ വലിയ സ്നേഹം നമ്മളോട് അത് വിളിച്ചു പറയുക. കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഈശോ ഇന്ന് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് എൻ്റെ ഒപ്പമുള്ളപ്പോൾ കർത്താവ് ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷം പ്രിയമുള്ളവർ, എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഈശോയ്ക്ക് അറിയാത്തൊരു വേദനയും നമുക്കില്ല. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നുമില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തെ എല്ലാം നന്മയ്ക്കായിട്ട് ക്രമപ്പെടുത്തുമെന്ന് നമുക്കറിയാം. നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റട്ടെ. ജീവിതത്തെ അതിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളോടുകൂടെ കർത്താവെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല ജീവിതം പോകുന്നത്, പക്ഷേ നിൻ്റെ കൈകളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. അതിനാൽ ഞാൻ ശങ്കിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല, സങ്കടപ്പെടുന്നില്ല. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം അങ്ങേ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാൻ, അവിടുത്തെ സ്നേഹം രുചിച്ചറിയാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, പറയാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്, ഈശോയെ പിൻചെല്ലുന്നവരെല്ലാം ഒത്തിരി പീഡ സഹിക്കേണ്ടി വരും. 2 തിമോത്തി 3:12 നമുക്കറിയാം, യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വളരെ വീര്യം തോന്നുന്ന, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വചനങ്ങൾ അതൊക്കെ. ഈശോ പറഞ്ഞു, തൻ്റെ കുരിശെടുക്കാതെ എന്നെ അനുഗമിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോഴും നമ്മൾ പറയും, ശരി കർത്താവേ. പക്ഷെ അനുദിന ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ കുരിശുകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വേദനകളും സങ്കടങ്ങളും പോലും നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്, നമ്മൾ ഇറിറ്റേറ്റഡ് ആക്കും. നമുക്ക് പറ്റുന്നില്ല. കർത്താവിനോട് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ലൈഫിൽ ഇത്രയേറെ സങ്കടം, കഷ്ടപ്പാട്, ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാണ്? നിരന്തരം ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ നിന്ന് വരുന്ന, ഉള്ളിൽ നിന്ന് വരുന്നൊരു സങ്കടം അത്. വൈമി, എന്തിനാ ഈശോ എനിക്ക് ഇത്ര വിഷമം? എന്തിനാ ഈശോ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ? എന്തിനാ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത്ര തടസ്സങ്ങൾ? ഞാൻ കുമ്പസാരിച്ചിട്ടും ഞാൻ നന്നാകാൻ തീരുമാനിച്ചിട്ടും ആ നിമിഷം പ്രലോഭനങ്ങൾ കൂടുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു സമാധാനം എനിക്കില്ലല്ലോ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം നമുക്കൊക്കെ പരിചിതമായിരിക്കാം. മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നീ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, പ്രലോഭനങ്ങൾ ഉണ്ടാവും. ആവിലായിലെ അമ്മ ത്രേസ്യയെ കുറിച്ചൊരു കഥയുണ്ട്. അമ്മ ത്രേസ്യ ഇങ്ങനെ തൻ്റെ ഒരു ആശ്രമത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴി ഒരു അരുവി മുറിച്ച് കിടക്കുന്ന സമയത്ത് കാല് വഴുതി അരുവിയിൽ വീഴുവാണ്. നല്ല ഒഴുക്കുണ്ടായിരുന്നത് കാരണം കുറേയൊക്കെ ചെളി പറ്റി അതിൽ ഇച്ചിരി അസ്വസ്ഥപ്പെട്ട് അമ്മ ത്രേസ്യ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്,
എന്തിനാ കർത്താവേ ഞാൻ നിന്നെ ഇത്ര സ്നേഹിച്ചിട്ടും എനിക്കിങ്ങനെ എപ്പോഴും ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നത്? ഇതുപോലത്തെയുള്ള വേദനകളും അസ്വസ്ഥകളും എനിക്കെന്തിനാ വരുന്നത്? അപ്പോൾ കർത്താവ് അമ്മ ത്രേസ്യയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, മകളെ നീ വിഷമിക്കരുത്, ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം എങ്ങനെയാണ് പെരുമാറുന്നത്. ഉടനെ അമ്മ ത്രേസ്യ തൻ്റെ നർമ്മഭാവത്തിൽ കർത്താവിനോട് പറഞ്ഞു, വെറുതെ അല്ല നിനക്ക് ഒത്തിരി കൂട്ടുകാരൊന്നും ഇല്ലാത്തത്. ഒരുപക്ഷെ സരസമായ ഒരു കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും നമുക്ക് ഒട്ടും ടോളറൻസ് ഇല്ല. പെട്ടെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുക. ഈശോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ? പക്ഷെ പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങൾ ഒരിക്കലും പാപമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രലോഭനങ്ങളല്ലല്ലോ പാപം. പ്രലോഭനം വരുമ്പോൾ നമ്മളെടുക്കുന്ന നിലപാടുകളാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. ഓരോ പ്രലോഭനവും എൻ്റെ മുൻപിൽ കർത്താവ് വയ്ക്കുന്ന ഓരോ എക്സാമായിട്ട്, പരീക്ഷയായിട്ട് കാണാൻ എനിക്ക് പറ്റണം. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, ദൈവരാജ്യത്തിൽ ദൈവം എനിക്ക് തരാനിരിക്കുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യതയുണ്ടോ എന്നറിയാൻ കർത്താവ് എനിക്കിടുന്ന എലിജിബിലിറ്റി ടെസ്റ്റായിട്ട് ഓരോ പ്രലോഭനത്തെയും പ്രിയമുള്ളവർ നമുക്ക് കാണണം. ഓരോ പരീക്ഷ പാസ്സാകുമ്പോഴും നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടി വരിക. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഓരോ വ്യക്തിയും LKG പരീക്ഷ എഴുതിയിട്ട് ആർക്കും ഡോക്ടറാകാൻ പഠിക്കാൻ പറ്റില്ല. LKG പരീക്ഷ കഴിഞ്ഞും പാടാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ. 10ലെ പരീക്ഷ കഴിഞ്ഞും പാടാണ് +2ൻ്റെ പരീക്ഷ. അതിനേക്കാളും പാടാണ് ഇങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുന്തോറും പരീക്ഷയുടെ ബുദ്ധിമുട്ടും കട്ടിയെല്ലാം കൂടി വരും. എന്തുകൊണ്ടാണ്? അത് നമുക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ തരുക, നമ്മൾ കൂടുതൽ യോഗ്യതയുള്ളവരാക്കുക. അപ്പോൾ ഓരോ പ്രലോഭനവും നമ്മുടെ മുൻപിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, അതിനെ ഒരു പരീക്ഷയെ പോലെ കാണാൻ പറ്റണം. ഞാനിത് പാസ്സാകുമ്പോൾ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട്. അടുത്ത ലെവല്, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്കറിയത്തില്ല, ഒരു ചലഞ്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിൽ കയറാൻ പറ്റുള്ളൂ. ആ ലെവല് തീർന്നില്ലെങ്കിൽ നമ്മൾ ഗെയിം അത് പിന്നെയും ആ ലെവൽ ഇങ്ങനെ കളിച്ച് അതിനെ ആ ലെവല് ജയിച്ചാലേ നമുക്ക് അടുത്ത ലെവലിൽ കയറാൻ പറ്റുള്ളൂ. ഒരു പരീക്ഷ പാസ്സായാലേ നമുക്ക് അടുത്ത ക്വാളിഫിക്കേഷന് വേണ്ടി നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. പ്രലോഭനങ്ങൾ പ്രിയമുള്ളവരെ അവസരങ്ങളായിട്ട് നമ്മൾ കരുതണം. ദൈവകൃപ സ്വീകരിക്കുവാനും ദൈവകൃപയ്ക്ക് പാത്രമാകുവാനുമുള്ള അവസരങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് പ്രലോഭനങ്ങളെ കാണാൻ നമുക്ക് പറ്റണം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. കാരണം ഓരോ പ്രലോഭനം വരുമ്പോഴും ആ പ്രലോഭനത്തെ ഞാൻ ജയിക്കുമ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയാം, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഈശോനെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ പ്രലോഭനത്തിൻ്റെയും മുൻപിൽ ആ പ്രലോഭനത്തിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തോട് എനിക്ക് പറയാൻ പറ്റുന്നൊരു അവസരമാണിത്, ഞാൻ നിന്നേക്കാൾ കൂടുതൽ എൻ്റെ ഈശോനെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഇനി ഇങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. ഏത് പ്രലോഭനം ആയിക്കോട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകൾ അറിയാവുന്ന പ്രലോഭകൻ നമ്മളെ വീണ്ടും ആ മേഖലയിൽ പ്രലോഭിപ്പിക്കും. കണ്ണിന് കൗതുകകരമായതും നാവിന് ആസ്വാദികരമായതും എല്ലാം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും. അപ്പോഴൊക്കെയും അതിനെ നോക്കി എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റണം, കർത്താവേ, ഇതിനേക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ട, എനിക്ക് നിന്നെ മതി. പൗലോസിനോട് കർത്താവ് എന്നാ പറഞ്ഞത്? നിനക്ക് എൻ്റെ കൃപ മതി. നമ്മൾ ഓർക്കണം, കൃപ എത്രമാത്രം വലുതാണോ അത്രമാത്രം വലുതായിരിക്കും സഹനങ്ങളും. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപ എത്രമാത്രം വലുതാണോ അത്രമാത്രം വലുതായിരിക്കും അതിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ. കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓരോരോ ചലഞ്ചസ് അനുവദിക്കുമ്പോൾ അതിനെ അതേ കണ്ണുകളോടെ കാണാൻ നമുക്ക് പറ്റണം. എൻ്റെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, മറ്റുള്ളവർ എന്നോട് കാണിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ ഓരോന്നും വരുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട്, ഭാരമായിട്ട്, പ്രശ്നമായിട്ട് കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടും. എന്നാൽ ഇതൊക്കെയും കൂടുതൽ കൃപയിൽ ആഴപ്പെടാനുള്ള അവസരങ്ങളായിട്ട് കാണുമ്പോൾ നമ്മൾ ഏറെ ഉത്സാഹത്തോടെ പറയും, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇതിനേക്കാൾ അധികമായിട്ട് എനിക്ക് പിന്നെ സന്തോഷമാണ്. ഈ പരീക്ഷ ഞാൻ പാസ്സാവും. ഈ പരീക്ഷ പാസ്സാകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുത്ത ലെവലിലേക്ക് ഞാൻ കടക്കും. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളുടെ മുൻപിൽ നമ്മൾ ഭയന്നോടേണ്ടവരല്ല, പ്രലോഭനങ്ങളെ നമ്മൾ ജയിച്ചടക്കേണ്ടവരാണ്, അവസരങ്ങളായി കണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. ദൈവത്തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ആരും പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കുന്നില്ല. കർത്താവ് പോലും പ്രലോഭിപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ മുൻപിൽ പ്രലോഭകൻ പല രീതിയിലും പലതരത്തിലും അവതരിച്ചു. വചനം പറഞ്ഞു പോലും കർത്താവിൻ്റെ മുൻപിൽ ആ പ്രലോഭകൻ വന്നു. കർത്താവ് വചനം കൊണ്ട് തന്നെ ആ പിശാചിനെ നേരിട്ടു.
ആ സമയമാണ് കർത്താവിന് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും വിളിയെക്കുറിച്ചുമൊക്കെ കൂടുതൽ ആഴത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ മനുഷ്യത്വം പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യത്വത്തിൽ നിന്ന് തന്നെ പിശാചിനെ കർത്താവ് വചനത്തിൽ ആശ്രയിച്ചും വചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തോൽപ്പിച്ചിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്കും ഇത് സാധിക്കും, നിങ്ങൾക്കും ഇത് സാധിക്കും. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പല രീതിയിൽ, പലയിടങ്ങളിൽ, ഒരുപക്ഷെ കുറ്റം പറയാനുള്ളൊരു പ്രലോഭനമായിരിക്കാം, കുഞ്ഞു കുഞ്ഞു വേദനകൾ സഹിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുള്ളൊരു ചിന്തയായിരിക്കാം, മറ്റുള്ളവരെന്നെ ആദരിക്കണമെന്നും അംഗീകരിക്കണമെന്നും പരിഗണിക്കണമെന്നുമുള്ള ചിന്തയായിരിക്കാം എൻ്റെ പ്രലോഭനം. വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ അനുദിന ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രലോഭനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. അവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം ജയിച്ചു കയറേണ്ടത്. സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ഓരോ ലെവലും പ്രലോഭനങ്ങൾ ഇങ്ങനെ ജയിച്ച് കയറി വരാൻ, ഞാൻ പ്രലോഭനത്തിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ കർത്താവ് എൻ്റെ വേദനയിൽ സന്തോഷിക്കുകയല്ല, മറിച്ച് ഞാനതിനെ എത്രമാത്രം ശക്തിയോടെ നേരിടുന്നുവെന്ന് കാണാനായിട്ട് കർത്താവ് കാത്തിരിക്കുക. താപസനായ ആന്റണി ദി ആബട്ട്, മരുഭൂമിയിലെ വിശുദ്ധ അന്തോണി, ഇങ്ങനെ പ്രലോഭനങ്ങളോട് ഇങ്ങനെ പടപൊരുതുമ്പോൾ പിശാചിൻ്റെ തുടർച്ചയായ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ വിശുദ്ധൻ ഒരിടയ്ക്ക് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയേറെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെ പോയി കിടക്കുക? അപ്പോൾ കർത്താവ് വിശുദ്ധ അന്തോണിയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ പിശാചിനെതിരെ പോരാടുന്നത് ഞാൻ നോക്കി അഭിമാനത്തോടെ നിൽക്കുമായിരുന്നു. നീ പിശാചിനെതിരെ പോരാടുന്നത് ഞാൻ അഭിമാനത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ, പ്രലോഭകനെ നമ്മൾ നേരിടുമ്പോൾ, ഒരപ്പൻ തൻ്റെ മക്കളെ അഭിമാനത്തോടെ കാണുന്നത് പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് അഭിമാനമുണ്ടാകുന്നു. എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട്, എൻ്റെ കരത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ആ പ്രതിയോഗിയെ, പ്രലോഭകനെ നേരിടുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം കർത്താവിന് നമ്മളെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പ്രലോഭനങ്ങളിലൂടെ അനുദിനം കടന്നു പോകും. ഒന്ന്, നമുക്ക് നമ്മുടെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. രണ്ട്, വലിയ വലിയ പ്രലോഭനങ്ങൾക്ക് കാത്തു നിൽക്കാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അനുദിന ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ ഏടുകളെ പോലും ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള എൻ്റെ വിധേയത്വം ഏറ്റുപറയാനുള്ള അവസരങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ യോഗ്യത കണ്ടിട്ടല്ല എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചത്, എൻ്റെ യോഗ്യത നോക്കിയല്ല കർത്താവ് എന്നെ കൃപ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, എന്നിലൊന്നും കണ്ടിട്ടല്ല എൻ്റെ കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ മകനായിട്ടോ മകളായിട്ട് എന്നെ സ്നേഹിക്കുമ്പോൾ ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള അവസരങ്ങളാണ് ഓരോ പ്രലോഭനവും. ഓർക്കണം, ഞാൻ എവിടെ പ്രലോഭിപ്പിക്കപ്പെടുന്നുവോ ആ മേഖലയിൽ ഞാൻ വിശുദ്ധി പ്രാപിക്കണമെന്നും ശക്തിപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, പാടാം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിലേക്ക് ചൊരിയാൻ ഒരു യോഗ്യതയും എനിക്കില്ല, എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചു. ആ നിന്റെ സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് കർത്താവെ, അനുദിനം ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ വിജയിക്കുവാൻ, പ്രലോഭിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ, കർത്താവെ നിനക്ക് അഭിമാനം തരുവാൻ, അവിടുത്തെ മകനാണ് മകളാണ് എന്ന് പറയുവാനുള്ള ഓരോ അവസരത്തെയും തിരിച്ചറിയുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേക. ആമേൻ. അടിയേന് യോഗ്യതയാ എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം, ആമേൻ. ക്ഷമയുടെ സാഗരമേ, നന്മകൾക്കു നന്ദിക എന്തു കൊയ്യും ഞാൻ. ഒരിക്കൽ കൂടി കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാം. യേശുവേ, എനിക്കായി എത്രയേറെ സ്നേഹമേക. അടിയനിൽ യോഗ്യതയായി, അടിയേനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. ആമേൻ. ഈശോവേ, സ്നേഹമേ നിൻ ഹൃദയം, സ്നേഹമേ നിൻ ഹൃദയം, ക്ഷമയുടെ ക്ഷമയുടെ സാ
കർത്താവ്, ലോകമാസകലമുള്ള എല്ലാ പാപികളെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. പാപത്തെ വെറുത്തുപേക്ഷിച്ച് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസമ്പന്നനായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധ സഭയെയും സഭയെ നയിക്കുന്ന എല്ലാ അജപാലകരെയും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ നിറയ്ക്കണമേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വേദനകളിലും കർത്താവെ, അങ്ങയുടെ കരുണയൊഴുക്കി ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുദിന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും, പഠന മേഖലയിൽ, ജോലി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുന്നവർ, കടപ്പാടം പോലും ഇല്ലാതെ വിഷമിക്കുന്നവർ, അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുന്നവരെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിലൂടെ ഇവർ ഓരോരുത്തരിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ അങ്ങയുടെ കരുണ ഒഴുക്കുവാൻ അങ്ങ് കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുട്ടിന്മേലായിരിക്കാം. കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,